പക്ഷേ കേരളത്തിലെ യു.ഡി.എഫ് സർക്കാരിന്റെ ഒരു പ്രൗഢമായിട്ടുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോ മൊത്തത്തിലൊരു അഴിച്ചുപണിക്ക് ഒരുങ്ങുകയാണ് അവര്. എന്നുവെച്ചാല് കെ.പി.സി.സി അധ്യക്ഷനാണെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാണെങ്കിലും അവരെല്ലാവരും ഇപ്പൊ മന്ത്രിസഭയിലുണ്ട്. അല്ലെങ്കിൽ ഇപ്രാവശ്യം എം.എൽ.എമാരായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ എന്തായാലും ആ സ്ഥാനങ്ങളിലേക്ക് പുതിയ ആളുകൾ വന്നേ പറ്റുള്ളൂ. എന്തായാലും ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇവിടെ ഒരുപാട് വാല്യുബിൾ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ കെ.സി. വേണുഗോപാലിന്റെ കയ്യിലാണ് ഈ പന്ത് മൊത്തമായിട്ടും ഇരിക്കുന്നതെന്ന് വേണമെങ്കിലും പറയാം. കെ.സിയുടെ തീരുമാനത്തിലായിരിക്കും ഇനി കൂടുതലും പ്രസക്തി ഇതിൽ വരിക. ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കൂടുതലും വരാൻ പോകുന്നത് കെ.സിയുടെ കൂടെ തീരുമാനം എടുത്തുകൊണ്ടായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ പുറത്താക്കിയത് വി.ഡി. സതീശന്റെ ഒരു പെട്ടെന്നെടുത്തൊരു തീരുമാനത്തിന്റെ പുറത്ത് തന്നെയായിരുന്നു. അപ്പൊ രാഹുലിന് തിരിച്ചു വരാനുള്ള ഒരു വഴി ഒരുങ്ങുന്നു എന്നൊരു അണിയറ സംസാരമുണ്ട്. രാഹുലിന്റെ ഒരു തിരിച്ചുവരവ് ആകുമോ ഇപ്രാവശ്യത്തെ ഈ ഒരു ചർച്ചകൾക്കൊക്കെ ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുന്നു എന്ന രീതിയിലേക്ക് ഏതെങ്കിലും ഒരു ശക്തമായ പോസ്റ്റിലേക്ക് തന്നെ അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവ് അണികൾ ആഗ്രഹിക്കുന്നില്ലേ? ഇക്കാര്യം പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഇലക്ഷൻ സമയത്താണ്, പഞ്ചായത്ത് ഇലക്ഷൻ സമയത്താണ് ആദ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഒരു വിവാദ ആരോപണമായിട്ട് മുമ്പോട്ട് വരുന്നത്. അപ്പോൾ അപ്രാവശ്യം വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ കേസ് അന്വേഷിക്കാനോ സമയമല്ല. കാരണം ഒരു ഇലക്ഷൻ നിൽക്കുന്നു, തൊട്ട് മാസങ്ങൾക്കപ്പുറം നിയമസഭാ ഇലക്ഷൻ നിൽക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഒന്നും ചിന്തിക്കാനോ നിൽക്കാനോ കാരണം ഒരു വിവാദപരമായ കാര്യം വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ ഇത് മൊത്തം പാർട്ടിയെ ബാധിക്കുന്നുള്ളൊരു സിറ്റുവേഷനാണ് വരുന്നത്. അതുകൊണ്ട് സതീശൻ ചെയ്ത ആദ്യ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തി എന്നുള്ളതാണ്. എം.എൽ.എ സ്ഥാനം തിരിച്ചെടുക്കുന്നു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു, പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തുന്നതിന്റെ പ്രക്രിയ നമ്മൾ കണ്ടതാണ്. അപ്പം എന്തുകൊണ്ട് അതിനുശേഷം ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞു, ഇനി ഇലക്ഷൻ തൊട്ടടുത്ത് വരാനില്ല നമുക്ക്. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരാനുള്ളൊരു സാധ്യത ഉണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം നമ്മൾ കാണേണ്ടത്, ഇപ്പം ദേശീയ തലത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ആരോഗ്യസ്ഥിതി വളരെയധികം മോശമായിട്ട് വരികയാണ്. അദ്ദേഹത്തിനോട് താല്പര്യം ഇല്ല എന്ന് പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ വളരെ മോശമായിട്ട് വരികയാണ്. അപ്പം അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇനി രാഷ്ട്രീയത്തിലോട്ടില്ല, എ.കെ. ആന്റണി വിരമിച്ച പോലെ അദ്ദേഹം പടിയിറങ്ങാന്നുള്ളൊരു സാധനം വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ കണ്ടായത് മുഖ്യമന്ത്രി സ്ഥാനത്തോട് കെ.സി. വേണുഗോപാൽ വെച്ചൊരാഗ്രഹം, സ്വാഭാവികമായിട്ടും അവിടെ അടുത്തത് കൊണ്ടുവരാൻ പോകുന്നത് കെ.സി. വേണുഗോപാലിനായിരിക്കും. അതേ കെ.സി. വേണുഗോപാലിന്റെ വിശ്വസ്തൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക കെ.സി. വേണുഗോപാലിനെ സപ്പോർട്ടർ ചെയ്യുന്ന ഒരാളാണ് ഈ പറയപ്പെട്ട പോലെ ഷാഫി പറമ്പലും അതുപോലെ രാഹുൽ മാങ്കൂട്ടും. സ്വാഭാവികമായിട്ടും ഓക്കെ ജനീഷ് വിജയിച്ച് കയറിയ സ്ഥിതിക്ക് യൂത്ത് കോൺഗ്രസ് പൊസിഷൻ അവിടെ വേക്കൻ്റ് ആയി കിടക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് നമ്മൾ കാണേണ്ട രണ്ട് വെല്ലുവിളികൾ രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ കിടക്കുന്നുണ്ട്. ഒന്ന് ബിനു ചുള്ളിൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ട് അവിടെ യൂത്ത് കോൺഗ്രസ്. എന്തുകൊണ്ട് ആൾ യോഗ്യനാണ്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. അതേ സ്ഥാനത്ത് തന്നെ മറ്റൊരാൾ കൂടിയുണ്ട്, ധർമ്മടത്ത് പിണറായി വിജയനെ എന്താ പറയുക 50,000 നിന്നും 19,000 എത്തിച്ച ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് കൂടിയുണ്ട്. അപ്പം ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടാതെ ഈ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻ എന്താ പറയുക യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടും അതിന് യോഗ്യത ആൾ തന്നെയാണ് ഈ 3 പേരും. പക്ഷെ പിന്നെ പ്രവർത്തന പരിചയം കൊണ്ടും അത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ആൾക്കാർക്കിടയിലുള്ള നല്ല സംസാരം കൊണ്ടും എന്തുകൊണ്ട് യോഗ്യൻ കുറച്ചുകൂടി മുമ്പിട്ട് നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടാണ്. പിന്നെ അത് മാത്രമല്ല എക്സ്പീരിയൻസ് ഉണ്ട് ആൾക്ക്. നിയമസഭയിലാണെങ്കിലും കുറച്ച് വർഷത്തെ ആണെങ്കിലും ഒരു എക്സ്പീരിയൻസ് അവിടെ ഉണ്ട്. പാലക്കാട് പോലത്തെ മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ച പരിചയമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ വിവാദങ്ങളൊന്നും വന്നത് എം.എൽ.എ ആയതിനു ശേഷമല്ല, ഇതൊക്കെ അതിന് മുമ്പേ നടന്ന കാര്യങ്ങളാണ്. അത് കുത്തിപ്പൊക്കിയത് എപ്പോഴാണ് നമ്മൾ നോക്കേണ്ടതുള്ളൂ. അതും രാഹുൽ മാങ്കൂട്ട് എം.എൽ.എ ആവുന്നു, യൂത്ത് കോൺഗ്രസിന്റെ പദവിയിലോട്ട് എത്തുന്നു. പഞ്ചായത്ത് അത് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. പഞ്ചായത്ത് ഇലക്ഷനിൽ വെറും 2 ആഴ്ച ബാക്കി നിൽക്കുകയാണ് ഈ ഒരു കേസ് കുത്തിപ്പൊക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിനുണ്ട്. അപ്പം രാഹുൽ മാങ്കൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് വിശദീകരിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഇനി ലഭിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. തീർച്ചയായിട്ടും രാഹുലിന്റെ ഒരു തിരിച്ചുവരവ് ഒരുപാട് ആവേശം നൽകുന്ന ഒന്ന് തന്നെയായിരിക്കും. ഇപ്രാവശ്യത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തന്നെ അദ്ദേഹത്തിന് വരവേറ്റ രീതികളും കാര്യങ്ങളും ഒക്കെ അണികളുടെ എത്രമാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പോഴും ആളുകൾ ചേർത്ത് നിർത്തുന്നുണ്ടെന്നുള്ളതിനൊരു ഉദാഹരണം തന്നെയാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കേൾക്കാൻ നേതൃത്വം ഇതുവരേക്കും തയ്യാറായില്ല എന്നുള്ളത് നേതൃത്വത്തിനെതിരെയുള്ള ഒരു വികാരമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ അത് തിരുത്താൻ എന്തായാലും ഇപ്രാവശ്യം സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഈ ഇപ്പോൾ നടക്കാൻ പോകുന്ന ചർച്ചകളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ കേൾക്കണം എന്നുള്ളൊരു വാദത്തിലേക്ക് നേതാക്കൾ വരാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് കെ.സി. വേണുഗോപാലിന്റെ വിഷയത്തിലാണെങ്കിലും ഈ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടയിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായും നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് വഴി വന്നിരുന്നു. കെ.സി. വേണുഗോപാലിനെ ആക്ഷേപിച്ചവർക്കും അധിക്ഷേപിച്ചവർക്കും ഒക്കെ മറുപടിയായിട്ട് അദ്ദേഹം കെ.സിയെ നൂലിൽ കെട്ടിറക്കിയ നേതാവല്ല കെ.സി ആരാണ് എന്ന് കൃത്യമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് കെ.സിക്ക് ഒപ്പമാണ് താനെന്ന് കൃത്യമായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ കെ.സിയുടെ ഒരു തീരുമാനം, ഉറച്ച തീരുമാനം എന്നുള്ള രീതിയിൽ രാഹുലിനെ കേൾക്കാൻ ഒരു സമയം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രാഹുലിന്റെ ഭാഗത്ത് ന്യായം എന്താണെന്ന് ഇതുവരെ നമ്മൾ കേൾക്കാൻ തയ്യാറാവാണ്ടാണോ ഒരു ക്രൂശിച്ചതും ഒറ്റ ആരോപണത്തിന്റെ പേരിൽ തന്നെ പുറത്താക്കിയതും ഇങ്ങനെ മൊത്തം ഒരു ഭ്രഷ്ട് കൽപ്പിച്ചതും ഒക്കെ. പക്ഷെ രാഹുൽ ഇതിൽ എനിക്ക് ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ പറഞ്ഞ പോലെ സതീശൻ ഇപ്പം അടുത്ത് പറഞ്ഞ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധപ്പെട്ട കേസിൽ പറഞ്ഞത് ക്ലോസ്ഡ് ചാപ്റ്റർ ആണെന്നാണ്. ഇതേ സെയിം സാധനം പറഞ്ഞു റിനി ആൻഡ് ജോർജ്. ഈ പറഞ്ഞ പോലെ രണ്ടുപേരും പറഞ്ഞത് ക്ലോസ്ഡ് ചാപ്റ്റർ ആണ്, ഇനി ആ വിഷയത്തിൽ ചർച്ചയുടെ ആവശ്യമില്ല എന്നുള്ള രണ്ടുപേരും പറഞ്ഞത്. ഇനി എന്തായാലും ഈ ഒരു സാധനം പൊന്താൻ പോകുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഇനിയൊരു വിവാദം വരാൻ പോകുന്നില്ല. ഇതെങ്ങനെയാണ് ക്ലോസ്ഡ് ചാപ്റ്റർ ആവുന്നത് എന്നുള്ളതാണ്. ഒരാൾക്കെതിരെ ഇപ്പൊ ഉമ്മൻചാണ്ടിയും അതുപോലെ ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് പറയേണ്ടതായിരുന്നില്ല. അദ്ദേഹം ഇതുപോലെ തിരിച്ചു പറയാനുള്ളൊരു ഇത് കാണിക്കാതെ അദ്ദേഹത്തിന് കാലങ്ങൾ ഒരുപാട് എടുത്തു. അദ്ദേഹത്തിന് മരണശേഷമാണ് അദ്ദേഹത്തിന് ഈ കല്ലെറിഞ്ഞവർക്കൊന്നും തിരിച്ചൊരു മാപ്പ് പറയാനുള്ള സ്പേസ് പോലും ആ സമയത്ത് കിട്ടിയില്ല. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോടതി പോലും രാഹുലിന് അനുകൂലമായിട്ടുള്ള നിലപാട് എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ജാമ്യം കൊടുക്കുമ്പോൾ കോടതി നിരീക്ഷണങ്ങളൊക്കെ എടുത്തു വെച്ച് വായിക്കേണ്ടതാണ് ഈ നേതാക്കന്മാര്, രാഹുലിനെ അകറ്റി നിർത്തുന്ന നേതാക്കള്. കോടതി പോലും ഇത്രയും വ്യക്തമായിട്ടൊരു അഭിപ്രായം പറയുമ്പോൾ രാഹുലിന്റെ ഭാഗം കേൾക്കാൻ മാത്രം തയ്യാറാവുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിന് ശേഷം കൊടുത്തൊരു ഇന്റർവ്യൂ 24 ചാനലിൽ ഹാഷ്മിയായിട്ട് നടത്തിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം മുന്നോട്ട് പറയുന്ന കുറെ തെളിവുകളുണ്ട്. അദ്ദേഹം അത് പറയുമ്പോൾ ഹാഷ്മി ചോദിക്കുന്നുണ്ട്, റീനിയുടെ ചാറ്റുകൾ ഞാൻ പുറത്തു വിടാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഇതിലുണ്ട് എന്ന് പറയുമ്പോൾ ഹാഷ്മി ചോദിക്കുന്നുണ്ട്, ഭീഷണിയാണോ ബ്ലാക്ക് മെയിലിംഗ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന അതെങ്ങനെയാണ് ബ്ലാക്ക് മെയിലിംഗ് ആവുന്നത് വെച്ചാൽ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ചാറ്റുകൾ, റിനി ആൻഡ് ജോർജിന്റെ ചാറ്റുകൾ അടക്കമുള്ള തെളിവ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, പുറത്തു വിടാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. അപ്പൊ എനിക്കെതിരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള കാര്യം ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത്, എനിക്ക് വേണ്ടി വേറെ ആരും അത് ചെയ്യില്ല, അത് പുറത്ത് വിടാമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അപ്പൊ ഹാഷ്മി അടക്കം ചോദിക്കുന്നത് ഒരു ബ്ലാക്ക് മെയിലിംഗ് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങൾ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിന് ഉള്ളിൽ നിന്ന് മാത്രമല്ല രാഷ്ട്രീയത്തിന് പുറത്തും അതേ പറഞ്ഞ പോലെ എല്ലാവരും കൂടെ കാത്തു നിന്നൊരു സന്ദർഭമായിരുന്നു അത്. മീഡിയയുടെ ഭാഗത്ത് നിന്നാലും ശരി, എല്ലാവരും പിന്നെ അത് ആഘോഷിച്ചു അത് സാധനം. ശരിക്കും അത് രാഹുലിനെ വെളുപ്പിക്കാനെടുത്ത ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാലും രാഹുൽ മുന്നോട്ട് വെക്കുന്ന തെളിവുകൾ ഞാനിത് കാണിക്കാൻ റെഡിയാണ്, എന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറയുമ്പോഴും അത് പുറത്ത് വിടാനുള്ള റൈറ്റ് രാഹുലിന് കൊടുക്കുന്നില്ല, മാധ്യമങ്ങളും കൊടുക്കുന്നില്ല, നേതൃത്വം പോലും കൊടുക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടെന്ന് അദ്ദേഹം പറയുകയാണ്, കൃത്യമായിട്ടും വെല്ലുവിളിച്ച് പറയുകയാണ്. ഈ 2025 ഓഗസ്റ്റ് 19 കൂടിയൊക്കെയാണ് ഈ റിനി ആൻഡ് ജോർജ് ഇങ്ങനെ ഒരു ആരോപണം മുന്നോട്ട് വെക്കുന്നത് പോലും. അതും പറഞ്ഞ ആരോപണം എന്താണ്, പരിചയപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ തന്നെ മോശമായിട്ട് ബിഹേവ് ചെയ്തു, അല്ലെങ്കിൽ എന്നെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ ആ ആദ്യത്തെ 24 മണിക്കൂറിൽ തന്നെ മോശം ക്യാരക്ടറാണെന്ന് മനസ്സിലായ ഒരാളാണെന്നാണ് പറഞ്ഞത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവർ പരിചയപ്പെടുന്നത് 2021 മറ്റെയാണ്, അതായത് വർഷങ്ങൾക്ക് മുന്നെയാണ്. പക്ഷെ അത് കഴിഞ്ഞ് 2025 ഓഗസ്റ്റിൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് 2 മാസങ്ങൾക്ക് മുൻപ്, അതായത് മെയ് 28 രാഹുലിന്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് ഇവർ തുടരെ വിളിച്ചതും ആ സമയത്ത് രാഹുൽ പ്ലെയിനിലായിരുന്നു, ആ സമയത്ത് വിമാനത്തിൽ ഇരുന്നുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തതും ഒക്കെ രാഹുൽ പറയുന്നുണ്ട്. അതിന്റെ പ്രൂഫ് ഉൾപ്പെടെ അദ്ദേഹം പുറത്തുവിടാൻ തയ്യാറാണെന്ന് പറയുന്നു. അപ്പോൾ പരിചയപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ മോശമായിട്ട് തന്നെ ഇതുപോലെ ഒരു ഹോട്ടൽ റൂമിലേക്ക് വിളിച്ച ഒരാളെ പിന്നെയും വർഷങ്ങൾ ഇതുപോലെ ഒരു അടുത്ത സൗഹൃദം വെക്കുക, എന്ത് തരത്തിലുള്ള സൗഹൃദമാണെങ്കിലും ആ സൗഹൃദം വെച്ചുകൊണ്ടിരിക്കുക, അദ്ദേഹത്തിന് അങ്ങോട്ട് വിളിക്കുക. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ എല്ലാവരും ക്യാമ്പ് ചെയ്ത ആ ഒരു ഹോട്ടലിൽ റിനി വന്നിട്ടുണ്ടായിരുന്നു, റിനി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഓടി വന്ന് ഒരുമിച്ച് സെൽഫി എടുത്തു, അതിനും തെളിവുകളുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ. അപ്പൊ ഇത്രയും ഒരു 24 മണിക്കൂറിനുള്ളിൽ മോശമായിട്ട് ബിഹേവ് ചെയ്ത ആളിനോട് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ വെച്ച് സെൽഫി എടുക്കുകയും അങ്ങോട്ട് ചെന്ന് പരിചയം പുതുക്കുകയും അമ്മയ്ക്ക് പോലും ബർത്ത്ഡേ വിഷസ് പറയാനായിട്ട് എടുക്കാത്ത കോള് വീണ്ടും വിളിക്കുകയും പാതിരാത്രി 12 മണിക്ക് ശേഷം പോലും പ്ലീസ് കം ടു സീക്രട്ട് ചാറ്റ് എന്ന് പറഞ്ഞ് ടെലിഗ്രാമിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത ഒരാള് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് എന്നോട് ഇങ്ങനെ മോശമായി പെരുമാറി, 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് മനസ്സിലായി അയാൾ ശരിയല്ല എന്ന് മനസ്സിലായി. ചോറ് കഴിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും. ഇപ്പം ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളായിട്ട് പരിചയപ്പെടുന്നു, എന്നിട്ട് 1-ാം ദിവസം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് മോശം അഭിപ്രായം ഉണ്ട്, അല്ലെങ്കിൽ മോശം ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പിന്നെ ഒരിക്കലും നിങ്ങൾ എന്നെ കാണാൻ വരില്ല. ഇല്ല, ഒരിക്കലും. അപ്പൊ വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവിടെ സംഭവം. പെട്ടെന്ന്, അതായത് മെയ്യിൽ പോലും, ഈ 2025 മെയ്യില് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മയ്ക്ക് ബർത്ത്ഡേ വിഷസ് പറയാനായിട്ട് അങ്ങോട്ട് തുടരെ വിളിച്ച കോളുകൾ വരെ അദ്ദേഹം പറയുന്നുണ്ട്. അതും ആകാശ യാത്രക്കിടയിൽ പോലും വിളിച്ച അമ്മയോട് വിഷസ് പറഞ്ഞ ഒരാള് ഓഗസ്റ്റിൽ വന്നിട്ട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇയാൾ ഇങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയാം എന്ന് പറയുന്നത് ഈ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നതാണ് ഫവാസ് പറഞ്ഞതുപോലെ. അപ്പൊ അത്തരത്തിലൊരു കാര്യം അദ്ദേഹത്തിന്റെ തെളിവുകളുണ്ട്, പുറത്തുവിടാൻ തയ്യാറാണെന്ന് പലതവണ പറയുമ്പോഴും മാധ്യമങ്ങൾ ഉൾപ്പെടെ പറയുന്നത് ഒരു ബ്ലാക്ക് മെയിലിംഗ് അല്ലേ എന്ന് ചോദിച്ച് അദ്ദേഹത്തിന്റെ നാവടക്കാനാണ് ശ്രമിക്കുന്നത്. ആരോപണം തെളിയിക്കാൻ ശക്തമായ തെളിവുകൾ എൻ്റെ കയ്യിൽ ഉണ്ടെന്നാണ് ആ മനുഷ്യൻ പറയുന്നത്. അത് കേൾക്കാൻ ഇനിയെങ്കിലും നേതൃത്വം, ഈ പറയുന്നത് പോലെ KC വേണുഗോപാലിന്റെ ഒരു തീരുമാനത്തിലെങ്കിലും ശക്തമായ തീരുമാനം അദ്ദേഹം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗം വ്യക്തമാക്കാൻ കഴിയും. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് അടക്കാൻ പോകുന്നു, KPCCയുടെ തെരഞ്ഞെടുപ്പ് അടക്കാൻ പോകുന്നു, അതേപോലെ തന്നെ ദേശീയ തലത്തിൽ AICC സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന്
കെ.സി. വേണുഗോപാലും മാറിയിട്ട് എ.സി.സിയുടെ നേതൃത്വത്തോടെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നോക്കുമ്പോൾ എല്ലാം കൊണ്ടും ഇനി കെ.സി. വേണുഗോപാലിൻ്റെ ഒരു യുഗമായിരിക്കും. പ്രത്യേകിച്ച് ഇവിടെ മുഖ്യമന്ത്രി കസേരയൊക്കെ പോയ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഈ പറയപ്പെട്ട പോലെ നഷ്ടപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് കേൾക്കാമെന്ന് മാത്രമേ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുള്ളൂ. വേറൊന്നും പറഞ്ഞില്ല. തനിക്ക് MLA സ്ഥാനം തിരിച്ചു വേണമെന്നോ യൂത്ത് കോൺഗ്രസ് പൊസിഷൻ തിരിച്ചു വേണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്ത് ഒന്നും പറഞ്ഞില്ല. തന്നെ കേൾക്കണം, പാർട്ടി കേൾക്കണം, ആ ഒരു സാധനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതൊരു സ്വാഭാവിക നീതി മാത്രമാണ്. ഇപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണോ അല്ലേന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ പറയുന്നത് എന്നെ കൂടി ഹിയർ ചെയ്യണമല്ലോ. മൊത്തം എല്ലാവരും പറയുന്നത് കേൾക്കുന്നു, ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലൊരു ന്യായമില്ലല്ലോ. അതെ, ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ടല്ലോ. ഉമ്മൻചാണ്ടിയോടാണെങ്കിലും ആ സമയത്ത് കൂടെ നിന്ന് അദ്ദേഹം അങ്ങനെ ചെയ്യില്ല എന്ന് പറയാത്ത പലരും ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കാൻ പോകുന്നത് കാണുമ്പോൾ ശരിക്കും പരിഹാസ്യമാണ് അതൊക്കെ. ആ ഒരു നീതി ഉമ്മൻചാണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നല്ല പറയുന്നത്. പക്ഷെ ആരാണെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗം കേട്ട് കഴിഞ്ഞിട്ട് തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള ഒരു സമയമെങ്കിലും മാനുഷിക പരിഗണനയെങ്കിലും ആ മനുഷ്യന് കൊടുക്കേണ്ടതാണ്. ഇത് കേൾക്കാൻ തയ്യാറാവാതെ ആരോപണം ഉന്നയിച്ച ഉടനെ ഇങ്ങനെ സ്ഥാനം എടുത്ത് കളയുക, അദ്ദേഹത്തിന് ഭ്രഷ്ട് കൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അത് കഴിഞ്ഞു. പക്ഷെ അയാൾ സ്ട്രോങ് ആയിട്ട് ആ മനുഷ്യൻ പിടിച്ചു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തെളിവുകൾ അത്രയും ശക്തമാണ് എന്ന് പറയുന്നുണ്ട്. ശ്രീനാദേവി കുഞ്ഞമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ മനസ്സിലാക്കിയവര്, അതായത് ഈ പറയുന്ന പോലെ അരിയാഹാരം കഴിക്കുന്നവർ കുറച്ച് പേര് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ ഇത്രയും പേരും കൂടെ തന്നെയുണ്ട്. അപ്പൊ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തരത്തിലൊരു അഗ്നിപരീക്ഷ അല്ലെങ്കിൽ ഒരു അഗ്നിശുദ്ധി വരുത്തി അദ്ദേഹത്തിന് തിരിച്ച് രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള സമയമായി എന്ന് തോന്നുന്നു. കൂടുതൽ കരുത്തനായിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെ അദ്ദേഹം വരണം എന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്.